Welcome back to online classes. I hope all of you are well prepared in our last chapter, parts and wholes. Okay, we can just recollect what you have learned in our last chapter, parts and wholes. The chapter based on fractions. At first, we studied the definition of fractions. Like, what are they? Proper, improper, mixed, unique, like, and unlike. Then comparing fraction, conversion of improper to mixed, classifying fraction, conversion of mixed to improper. Next, addition and subtraction of like fraction and unlike fraction. Last class നമ്മൾ ഡീൽ ചെയ്ത് അഡീഷനും സബ്ട്രാക്ഷനുമാണ് ലൈക്കിൻ്റെ അൺലൈക്കിൻ്റെ. ഓർമ്മയുണ്ടല്ലോ, ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ സം ചെയ്താലും സബ്ട്രാക്ഷൻ ചെയ്താലും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതുക, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റിൻ്റെ ന്യൂമറേറ്റർ ഇൻറ്റു സെക്കൻഡിൻ്റെ ഡിനോമിനേറ്റർ, അഡീഷൻ ആണെങ്കിൽ പ്ലസ്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ മൈനസ്. പിന്നെ അടുത്ത ബ്രാക്കറ്റിൽ സെക്കൻഡ് ന്യൂമറേറ്റർ ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡിനോമിനേറ്റർ, ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ്. പിന്നെ അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. സോ ഇത്രയും ചാപ്റ്ററിൽ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അല്പം ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ അറിയാം, സെക്കൻഡ് സെക്ഷനുള്ള അല്പം പുതിയതായിട്ടുള്ളത്, പക്ഷെ വളരെ സിമ്പിളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത് ഇനിയുള്ള വർഷങ്ങളെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് വരുന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ബി മൈ മൾട്ടിപ്പിൾ ഐ ബി എ ഫാക്ടർ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള സെക്ഷനാണ് മൾട്ടിപ്പിളും ഫാക്ടറും. നമ്മൾ മൾട്ടിപ്പിൾ പഠിക്കും, ഫാക്ടർ പഠിക്കും, കോമൺ മൾട്ടിപ്പിൾ പഠിക്കും, കോമൺ ഫാക്ടർ പഠിക്കും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പഠിക്കും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ പഠിക്കും. അങ്ങനെ കുറച്ച് അധികം ഡെഫിനേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. എല്ലാത്തിൻ്റെ ഒരു ബേസ് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. നിങ്ങൾക്ക് സിക്സ് സ്റ്റാൻഡേർഡിലേക്ക് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിങ്ങൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിക്സ് സ്റ്റാൻഡേർഡ് വളരെ എളുപ്പമായിരിക്കും. അടുത്ത വർഷം ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. സോ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിളും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ. ഓക്കെ, സോ ഫസ്റ്റ് ഹെഡിങ് മൾട്ടിപ്പിൾ. വാട്ട് ഈസ് ബി മൾട്ടിപ്പിൾ? അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. When two or more numbers are multiplied, the product is called the multiple of each of the numbers being multiplied. ഡെഫിനിഷൻ കേൾക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റിങ് ആണെന്നൊക്കെ തോന്നും. വളരെ സിമ്പിളാണ്. രണ്ടോ അതിൽ കൂടുതലോ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആ മൾട്ടിപ്ലൈ ചെയ്ത ഓരോ നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയും. ഞാൻ പറഞ്ഞപ്പോഴും ഒരു ഡിസ്റ്റിങ് ആണ് തോന്നിയില്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, വളരെ എളുപ്പം കിട്ടും. നോക്കാം, 3 4s are 12. ഓക്കെ, നമുക്കറിയാം 3 4s are 12. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കിട്ടിയ 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 and 4. 12നെ എന്ത് പറയാം? 12 3യുടെയും മൾട്ടിപ്പിളാണ്, 4ൻ്റെയും മൾട്ടിപ്പിളാണ്. ഇപ്പോൾ 2 5s are 10 അല്ലേ? 2ഉം 5ഉം മൾട്ടിപ്പിൾ ആയപ്പോൾ കിട്ടിയ ആൻസറാണ് 10. അങ്ങനെയാണെങ്കിൽ 10 2ൻ്റെയും മൾട്ടിപ്പിളാണ്, 5ൻ്റെയും മൾട്ടിപ്പിളാണ്. 7 6 are 42. 7ഉം 6ഉം മൾട്ടിപ്പിൾ ആയപ്പോൾ കിട്ടിയ ആൻസറാണ് 42. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് കിട്ടിയ 42 7ൻ്റെയും മൾട്ടിപ്പിളാണ്, 6ൻ്റെയും മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ ടേബിളിലുണ്ടോ എന്ന് നോക്കിയാൽ മതിയാ. 42 7ൻ്റെ ടേബിളിലില്ലേ, 6ൻ്റെ ടേബിളിലും ഇല്ലേ. ഇപ്പോൾ 10 3യുടെ മൾട്ടിപ്പിളാണെന്ന് ചോദിച്ചാൽ 3 1s are 3, 3 2s are 6, 3 3s are 9, 3 4s are 12. 10 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം 3യുടെ മൾട്ടിപ്പിൾ അല്ല 10 എന്ന്. ഇനി 16 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 2 8s are 16 അല്ലേ? അപ്പം 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിളാണ്. അങ്ങനെ എളുപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. അതെ, രണ്ട് നമ്പർ തന്നെ പറഞ്ഞതിൻ്റെ 3 നമ്പർ 2 × 3 × 5, 2 × 3 × 5, 2ഉം 3ഉം 5യുടെ മൾട്ടിപ്പിളിൽ കിട്ടുന്ന ആൻസറാണ് 30. അങ്ങനെയെങ്കിൽ 30 എന്താണെന്ന് പറയാം? 30 2ൻ്റെയും മൾട്ടിപ്പിളാണ്, 3യുടെയും മൾട്ടിപ്പിളാണ്, 5ൻ്റെയും മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എത്ര നമ്പർ ആയാലും രണ്ടോ അതിൽ കൂടുതൽ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ഏതൊക്കെ നമ്പറാണോ മൾട്ടിപ്ലൈ ചെയ്ത് ആ ഓരോ നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയും. മൾട്ടിപ്പിൾ അവൻ്റെ ഇരട്ടിക്ക് നമ്മൾ പറയത്തില്ലേ, മൾട്ടിപ്പിൾ നമ്മൾ പഠിച്ചില്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചില്ലേ, അത് തന്നെ. ഇപ്പോൾ 6 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. 2 1s are 2, 2 2s are 4, 2 3s are 6 അല്ലേ? 2ൻ്റെ മൾട്ടിപ്പിൾ 2ൻ്റെ ടേബിൾ കിട്ടിയില്ലേ? 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 6? സിമ്പിളായിട്ട് ടേബിൾ പറയുന്നത് നോക്കിയാൽ മതി. വലിയ നമ്പറുകളാണെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ 24 2ൻ്റെ ടേബിൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ?
2ൻ്റെ ടേബിൾ നിങ്ങൾ 10 2s are 20 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ 11 2s are 22, 12 2s are 24. ചിലപ്പോൾ അങ്ങനെ നോക്കേണ്ടി വരും. സോ ഇത്രയേ ഉള്ളൂ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇപ്പോൾ 3 4s are 12 ആണെങ്കിൽ ആ കിട്ടിയ 12 എന്ന് പറയുന്നത് 3യുടെയും മൾട്ടിപ്പിളാണ്, 4ൻ്റെയും മൾട്ടിപ്പിളാണ്. ഓക്കെ. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾസ്. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. മൾട്ടിപ്പിൾ എന്താണ്? രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 7 3s are 21. 7 into 3 21 ആണെങ്കിൽ 21 എന്ന് പറയുന്നത് 7ൻ്റെയും മൾട്ടിപ്പിളാണ്, 3യുടെയും മൾട്ടിപ്പിളാണ്. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾ. മൾട്ടിപ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ, every number is a multiple of 1 and the number itself. That means എല്ലാ നമ്പറും 1ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 9 നമുക്ക് 1 into 9 എഴുതിക്കൂടെ. 9 equal to 1 into 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 എന്ന് പറയുന്നത് 1ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 9ൻ്റെയും മൾട്ടിപ്പിൾ അല്ലേ. ഇപ്പം 200 1 into 200 എന്ന് എഴുതിക്കൂടെ. ദാറ്റ് മീൻസ് 200 എന്ന് പറഞ്ഞത് 1ൻ്റെയും മൾട്ടിപ്പിളാണ്, 200ൻ്റെയും മൾട്ടിപ്പിളാണ്. അതാണ് പറഞ്ഞത് എല്ലാ നമ്പരും 1ൻ്റെയും മൾട്ടിപ്പിളാണ്, ആ നമ്പറിൻ്റെയും മൾട്ടിപ്പിളാണ്. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ രണ്ട് മൾട്ടിപ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് പറയില്ലേ. 2 എന്ന് പറയുമ്പോൾ 1ൻ്റെയും മൾട്ടിപ്പിളാണ്, 2ൻ്റെയും മൾട്ടിപ്പിളാണ്. 3 എന്ന് പറയുമ്പോൾ 3യുടെയും മൾട്ടിപ്പിളാണ്, 1ൻ്റെയും മൾട്ടിപ്പിളാണ്. സോ ഏതൊരു നമ്പരും 1ൻ്റെ മൾട്ടിപ്പിളാണ്, അതുപോലെ തന്നെ ആ നമ്പറിൻ്റെയും മൾട്ടിപ്പിളാണ് അല്ലേ. വേറെ നമ്പർ എടുത്ത് നോക്കാം. 68 1 into 68 അല്ലേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം? 68 എന്ന് പറയുമ്പോൾ 1ൻ്റെ മൾട്ടിപ്പിളാണെന്ന് കിട്ടി. ഓരോന്നും 68ൻ്റെയും മൾട്ടിപ്പിളാണ്. സോ ഏതൊരു നമ്പർ എടുത്താലും അത് 1ൻ്റെയും മൾട്ടിപ്പിളാണ്, ആ നമ്പറിൻ്റെയും മൾട്ടിപ്പിളാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ്, ദി സ്മാളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ദാറ്റ് മീൻസ് ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ നമ്പറിൽ നിന്നായിരിക്കും. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ നോക്കാൻ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ്റെ ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താലും ഫസ്റ്റ് നമ്പർ ഏതാ കിട്ടും നിങ്ങൾക്ക്? ഇപ്പോൾ 3യുടെ എത്ര? 3 1s are 3 ഇല്ലേ. 4ൻ്റെ എടുത്താലോ 4 1s are 4. 5ൻ്റെ എടുത്താൽ 5 1s are 5. 6ൻ്റെ എടുത്താലോ 6 1s are 6. ആ നമ്പറിനല്ലേ ആദ്യം കിട്ടുന്ന മൾട്ടിപ്പിളായിട്ട്. അതാണ് പറയുന്നത് ദ സ്മാളസ്റ്റ് മൾട്ടിപ്പിൾ. ഒരു നമ്പറിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്താൽ മതി. ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണെങ്കിലും നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഏത് നമ്പറാണ് ആ നമ്പർ തന്നെ കിട്ടും. അടുത്ത്, നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ആർ അൺകൗണ്ടബിൾ ഓർ എൻഡ്ലെസ്. ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എവിടെ നിർത്താൻ പറ്റുമോ? ഇപ്പോൾ 2ൻ്റെ ടേബിൾ 2 1s are 2, 2 2s are 4, 2 3s are 6 എന്ന് പറഞ്ഞ പോലെ എവിടെ വരെ നിർത്തും നിങ്ങൾ? 2 10s are 20 വരെ നിർത്തുമോ? അതോ 2 നമ്മളതിൽ നിർത്താൻ പറ്റുമോ? 1 2s are 2, 2 2s are 12, 2 10s are 20, 2 11s are 22. ഇങ്ങനെ പോവില്ലേ? എവിടെ നിർത്തും നമ്മൾ? 1000 നിർത്തുമോ? ലാക്കിൽ നിർത്തുമോ? 10 ലാക്കിൽ നിർത്തുമോ? ക്രോഡ് നിർത്തുമോ? നമുക്ക് പറയാൻ പറ്റുമോ എവിടെ നിൽക്കുമെന്ന്? കാരണം ഇവിടെ എന്താണ് 1 2 3 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണെന്ന് നമുക്കറിയാം. അൺകൗണ്ടബിൾ മീൻസ് എൻഡ്ലെസ്, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ. ഏതൊരു നമ്പറിനും ഒരുപാട് മൾട്ടിപ്പിൾസ് നമുക്ക് ഇത് എണ്ണി തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രത്തോളം മൾട്ടിപ്പിൾസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നേരെ നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്ന ഫാക്ടർ. അപ്പോൾ ഇതെല്ലാം തിരിച്ചു പറയും കേട്ടോ. ചില കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാം തിരിച്ചു പറയും. അപ്പം മൾട്ടിപ്പിളിൻ്റെ കാര്യത്തിൽ നോക്കുക. ഏതൊരു നമ്പരും 1ൻ്റെ മൾട്ടിപ്പിളാണ്, അതുപോലെ ആ നമ്പറിൻ്റെയും മൾട്ടിപ്പിളാണ്. അതുപോലെ ഏതൊരു നമ്പറിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആരാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10ൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? 10. 10ന് എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അൺകൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ കഴിയത്തില്ല. ഇതാണ് തേർഡ് വൺ. ലാസ്റ്റ് വൺ, എവരി മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദ നമ്പർ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കി നമ്മൾ 3യുടെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 3യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഏതാ കിട്ടുന്നത്? 3 ഇല്ലേ. അപ്പോൾ എന്താ, ഇപ്പോൾ 3യുടെ നമ്മൾ മൾട്ടിപ്പിൾ നോക്കുവാണെങ്കിൽ 3യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ നമുക്ക് കിട്ടിയത് 3 ആണ്. 3യുടെ അടുത്ത മൾട്ടിപ്പിളോ 3 2s are 6. ടേബിൾ ഓർത്താൽ മതി. ഇപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ വയ്ക്കുമെങ്കിൽ 3 1s are 3, അടുത്ത 3 2s are 6, 3 3s are 9, 3 4s are 12. ഇതാണ് മൾട്ടിപ്പിൾ എടുത്തത് അല്ലേ. അപ്പം ഏതൊരു നമ്പർ എടുത്താലും മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദ നമ്പർ. ഏതൊരു മൾട്ടിപ്പിൾ ചോദിച്ചാലും ഒന്നുകിൽ ആ നമ്പറിന് ഈക്വൽ ആയിരിക്കില്ലേ. 3യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എടുത്തപ്പോൾ എത്ര കിട്ടി? 3. ആ നമ്പറിനോട് ഈക്വൽ അല്ലേ.
ബാക്കി എല്ലാ മൾട്ടിപ്പിളും ആ നമ്പറിനേക്കാൾ എന്തായിരിക്കും, വലുതായിരിക്കും. അതിൽ താഴെ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ഇതുപോലെ ഏത് നമ്പർ എടുത്താലും, ഇപ്പോൾ 7 എടുത്താൽ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാണ് കിട്ടുന്നത്? 7. 7നോട് ഈക്വൽ അല്ലേ അടുത്ത നമ്പറോ? 7 2s are 14. 7നേക്കാൾ വലുതല്ലേ? സോ ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പറുകൾ മാത്രമേ എന്ത് വരൂ? മൾട്ടിപ്പിൾസ് വരും. സോ നല്ലോണം ഒന്നുകൂടെ പറയുന്നു, എവരി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. ഏതൊരു നമ്പറും 1ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുപോലെ ആ നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഏതൊരു നമ്പറിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. അതുപോലെ ഏതൊരു നമ്പർ ചോദിച്ചിട്ട് എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അൺകൗണ്ടബിൾ, എണ്ണാൻ പറ്റത്തില്ല. ലാസ്റ്റ് വൺ, ഏതൊരു നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ വലുതായിരിക്കും. സോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഓർത്തിരിക്കുക, ഇത് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും മാച്ച് ദ ഫോളോയിങ്ങിനും ട്രൂ ഓഫ് ഫാൾസിനും ഒക്കെ ഈ പ്രോപ്പർട്ടീസ് ചോദിക്കാം. ഓക്കെ ഫൈൻഡ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് ദ നമ്പേഴ്സ്. ഏതെങ്കിലും ഒരു നമ്പർ തരും, അതിൻ്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ആണ്. 2ൻ്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. 2ൻ്റെ ടേബിൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 2 1s are 2 2s are 4, 2 3s are 6, 2 4s are 8, 2 5s are 10 അല്ലേ? അപ്പോൾ എന്താ നമുക്ക് ആദ്യത്തെ 5 കിട്ടിയില്ലേ? 2 4 6 8 8 നമുക്ക് അറിയാം, ഞാൻ വെറുതെ എഴുതി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ മൾട്ടിപ്പിൾസ് ഓഫ് 2 are ഏതൊക്കെയാണ്? 2 4 6 8 10. വളരെ എളുപ്പമല്ലേ? ചെറിയ ക്വസ്റ്റ്യൻ. ഇത് വേറെ നമ്പർ ചോദിച്ചാലോ? 9 ചോദിക്കാം. ഇത് എഴുതണോ? നിങ്ങൾക്കറിയാം, പറയാമല്ലോ. ഏതൊക്കെയാ? ആദ്യത്തെ 5 മൾട്ടിപ്പിൾ പറയണം നിങ്ങൾ. ദ മൾട്ടിപ്പിൾസ് ഓഫ് 9 are ഏതൊക്കെയാ? ഫസ്റ്റ് 9 1s are 9, 9 2s are 18, 9 3s are 27, 9 4s are 36, 9 5s are 45. ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ അടുത്ത് വേറെ നമ്പർ വെച്ചല്ലോ, 50. നമ്മൾ എന്ത് ചെയ്യണം? ദ മൾട്ടിപ്പിൾസ് ഓഫ് എന്ന് ഞാൻ എഴുതുള്ളൂ, കാരണം ഹെഡിങ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് 5 എന്ന്. അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദ ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 1 നമ്പർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? ദ 6 മൾട്ടിപ്പിൾസ് ഓഫ് ദാറ്റ് നമ്പർ എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇവിടെ ഞാൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറയുമ്പോൾ അങ്ങോട്ടുണ്ട്. ദ ഫസ്റ്റ് 5 ഞാനിവിടെ എഴുതുന്നുള്ളൂ, കാരണം ഇവിടെ മെയിൻ ഹെഡിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. 15 നമുക്ക് തരാം ദ മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 15 are. നമ്മൾ ആദ്യത്തെ മൾട്ടിപ്പിൾ നമുക്ക് എപ്പോഴും അറിയില്ലേ? 15 × 1 എന്ന് പറയുമ്പോൾ എപ്പോഴും എത്ര? 15. ഇതിനകത്ത് അറിയത്തില്ല, എന്ത് ചെയ്യണം? 15 × 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 10 3 30. തേർഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? 15 × 3 ചെയ്ത് നോക്കണം. 5 3s are 15, 1 45, 45. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർത്ത് മൾട്ടിപ്പിൾ ആണെങ്കിൽ 15 × 4 60 കിട്ടും. ഫിഫ്ത്ത് മൾട്ടിപ്പിൾ ആണെങ്കിൽ 15 × 5 75. സോ എത്ര മൾട്ടിപ്പിൾ? ഞാൻ 5 ചോദിച്ചുകൊണ്ടാണ് 5 എഴുതിയത്. 7 ചോദിച്ചാൽ എന്ത് ചെയ്യണം? 7 എഴുതണം. ജസ്റ്റ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി വെക്കുകയെന്നേ ഉള്ളൂ. സോ നമ്മളിന്ന് പഠിച്ചത് പുതിയ ചാപ്റ്ററാണ്, മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. രണ്ട് നമ്പർ ഇപ്പോൾ 3 × 6 ആണെങ്കിൽ 6 എന്ന് പറയുന്നത് 2ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 3യുടെയും മൾട്ടിപ്പിൾ ആണ്. പിന്നെ നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ 5 മൾട്ടിപ്ലൈ ചെയ്ത് ചോദിച്ചു ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ്, ഞാനൊരു 3 ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചില്ല. ഞാൻ ഹോംവർക്കിന് 2 ക്വസ്റ്റ്യൻ ഇട്ടേക്കാം, കുറച്ചുകൂടെ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ സെയിം തന്നെ. ഫൈൻഡ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് ദ നമ്പേഴ്സ്. നമ്പറിന് ഞാൻ തരാം. ഫസ്റ്റ് നമ്പർ 8, സെക്കൻഡ് നമ്പർ 14, തേർഡ് നമ്പർ 20. ഈ 3 നമ്പറിൻ്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾ ഒന്ന് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? ആദ്യത്തെ മൾട്ടിപ്പിളിന് 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അടുത്ത് 2 കൊണ്ട് ചെയ്യുക, 3 കൊണ്ട് ചെയ്യുക, 4 കൊണ്ട് ഫസ്റ്റ് ചെയ്യുക. ആദ്യത്തെ 5 ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ. 6 ചോദിച്ചാൽ എന്ത്? 6 കൊണ്ട് ചെയ്യുക.
സോ ഇത് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കുക. പുതിയ ചാപ്റ്ററാണ്, പുതിയ ടോപ്പിക്കാണ്. ഇനി അടുത്ത വർഷങ്ങൾ കേൾക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ പുതിയ ചാപ്റ്റർ ആകുമ്പോൾ കുറേശ്ശെ പഠിച്ചാൽ ഞാൻ ധൃതി വെക്കുന്നില്ല. കുറച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ സ്റ്റുഡൻസ്, സോ now we can conclude our today's section. We'll be see you on the next class. Thank you.